പാരൻറ്റിങ് എന്നത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടും കരുതലോട് കൂടിയും ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ. നമ്മൾ പാരൻസ് പലപ്പോഴും വിചാരിക്കാറ് മക്കളെ നല്ല രീതിയിലാണ് വളർത്തുന്നത് എന്നാണ്. പക്ഷേ മക്കൾ വഴിതെറ്റി പോകുമ്പോഴാണ് നമ്മുടെ പാരൻറ്റിങ്ങിൽ എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുക. ഒരു കുട്ടിയുടെ നല്ല സ്വഭാവത്തിനും ചീത്ത സ്വഭാവത്തിനും പിന്നിൽ അവരുടെ പാരൻസ് തന്നെയായിരിക്കും. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മക്കളിൽ കണ്ടുവരുന്നൊരു സ്വഭാവമാണ് വളരെ അക്രമാസക്തമായിട്ടുള്ളൊരു പെരുമാറ്റം. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുക, എന്തെങ്കിലും ചെറിയ കാര്യത്തിന് തന്നെ വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുക, അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാവുക. ഇതൊക്കെ ഇപ്പോൾ ഉള്ള മക്കളിൽ കണ്ടുവരുന്നതാണല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ പറ്റിയാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കളെ നല്ലൊരു വ്യക്തിത്വമുള്ള നല്ല മിടുക്കരായിട്ടുള്ള മക്കളായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് മക്കൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാതാപിതാക്കൾ മാറ്റിവെക്കുക. പാരൻസ് നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും, നിങ്ങൾ ജോലിക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, എന്ത് തന്നെ നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിലും മക്കൾക്ക് വേണ്ടി ഒരു മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. അത് മക്കൾക്ക് അവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും നിങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ തുറന്ന് മനസ്സിലാക്കാനും എല്ലാത്തിനും സഹായിക്കും. അപ്പോൾ ഓരോ ദിവസവും അവരിലുണ്ടാവുന്ന ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുക, അവരെ കേൾക്കാൻ ആളുണ്ട്, അവരോട് സംസാരിക്കാൻ ആളുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ മക്കൾ നമ്മളോട് വല്ലാണ്ട് അടുക്കും. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം എന്തായാലും ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ക്വാളിറ്റി ടൈം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി അവരുടെ കൂടെ കളിക്കാനായിട്ടിരിക്കുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനായിട്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ ഇരുന്ന് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഒന്നല്ലെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിക്കുക, എല്ലാവരും കൂടി ഒന്ന് സംസാരിക്കുക. ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്ന കുറച്ച് സമയം ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക അവരുമായിട്ട്. രണ്ടാമത്തെ കാര്യം, മക്കളെ പേടിപ്പിക്കുന്ന രീതിയിൽ ഉറക്കെ ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. ചില പാരൻസ് ഉണ്ട് വളരെ നല്ല പേടിപ്പെടുത്തുന്ന രീതിയിൽ അവരോട് സംസാരിച്ച് വളർത്തുന്ന ഒരു തരം പാരൻസ്. അവരെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വളർത്തിയാലേ ആ കുട്ടി അനുസരണമുള്ള കുട്ടിയാവുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ മക്കളോട് ഉച്ചത്തിൽ അവരെ പേടിപ്പിക്കുന്ന രീതിയിലായിട്ട് സംസാരിക്കരുത്. അത് അവരെ ആത്മവിശ്വാസം നഷ്ടപ്പെടും, ഒന്നിനും ധൈര്യമില്ലാതെ വരും. ഇതവർക്ക് ഭാവിയിൽ വളരെയധികം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. അവരെ മാനസിക വളർച്ചയ്ക്കൊക്കെ വളരെയധികം ഇത് ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്കറിയാം ഏതൊരു കുട്ടിയുടെയും മാനസികവും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ആത്മവിശ്വാസം എന്നുള്ളത്. അത് നമ്മൾ പാരൻസ് ഒരിക്കലും മറക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ മക്കളോട് ചീത്ത വാക്കുകൾ പറയാതിരിക്കുക. ചില പാരൻസ് കേട്ടിട്ടില്ലേ, അവർ മക്കൾ വഴക്കുണ്ടാക്കുമ്പോൾ പൊട്ട, മണ്ട അങ്ങനെയുള്ള ഓരോ പദപ്രയോഗം പ്രയോഗിക്കാറുണ്ടല്ലേ. പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. മക്കളോട് ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ അത് സ്വയം അവർ തന്നെ അവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. പാരൻസ് അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ വിചാരിക്കുന്നത് അങ്ങനെ വിളിച്ചാൽ എൻ്റെ കുട്ടി നന്നാവും അങ്ങനെയൊക്കെയാണ്. പക്ഷേ അങ്ങനെ വിളിക്കുമ്പോഴുള്ള ഒരു ഭവിഷ്യത്ത് എന്തുണ്ടെങ്കിൽ ആ വാക്കുകൾ അവരവരുടെ മൈൻഡ് സെറ്റിൽ വെക്കും. പിന്നെ അവർക്ക് തന്നെ തോന്നി തുടങ്ങും, ഞാൻ മണ്ടനാണ്, പൊട്ടനാണ്, ഞാൻ പഠിച്ചിട്ടൊരു കാര്യമില്ല, എനിക്കൊന്നും ഓർത്തു വെക്കാനുള്ള കഴിവില്ല, ഞാൻ വെറും പൊട്ടനല്ലേ, അങ്ങനെയുള്ളത് അവർ സ്വയം തന്നെ അവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും. ഇത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പിന്നീട് നിങ്ങൾ പാരൻസ് എത്ര തന്നെ അവർക്ക് പ്രോത്സാഹനം കൊടുത്താലും അതൊന്നും അവർ ഏറ്റെടുക്കില്ല. അവരുടെ മൈൻഡ് സെറ്റിൽ അവർ ആ പൊട്ടനാണ് മണ്ടനാണെന്നുള്ളത് അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴും അവരെ തന്നെ അങ്ങനെ കാണാനായിട്ട് ശ്രമിക്കുള്ളൂ. അപ്പോൾ പാരൻസ് ഒരിക്കലും അവരെ ചീത്ത രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുക. ഇനി നാലാമത്തെ കാര്യം, ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം മക്കളെ സ്നേഹത്തോടെ വാരിപ്പുണരുക. പല വീടുകളിലും മക്കളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരായിട്ട് വഴക്കിടുമ്പോൾ അത് അങ്ങനെ തന്നെ പറഞ്ഞു തീർക്കാണ്ട് കിടന്നുറങ്ങുകയാണ് പതിവ്. പക്ഷെ മക്കൾ എന്ത് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വഴക്ക് കാട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ഒന്ന് സ്നേഹത്തോടെ അവരെ വാരി പുണർന്ന് ഒരു ഉമ്മൊക്കെ വെച്ച് ആ പ്രശ്നം അന്ന് ദിവസം തന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തീർക്കണം എന്നുള്ളതാണ്. പ്രശ്നങ്ങളൊന്നും പറഞ്ഞു തീർക്കാണ്ട് അങ്ങനെ മക്കൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് താൻ ചെയ്ത തെറ്റെന്നും അത് അവരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി അവർ സ്നേഹത്തോടെ ഒന്ന് പുണർന്ന് ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ അവർക്കും നല്ല സന്തോഷത്തോടെ കിടന്നുറങ്ങാനാവുകയും പിറ്റേ ദിവസം സന്തോഷത്തോടുകൂടി ഉണരാനാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ മക്കളിൽ പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിലും അത് അന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് തീർത്ത് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം,
മക്കളെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക. ചില പേരൻസ് മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് കുട്ടിയെ കളിയാക്കി സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ആ കുറവുകളെ കാണിച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. തൻ്റെ കുട്ടി നന്നാവും എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന മഹാവിഡ്ഢിത്തരമാണ്, വലിയൊരു തെറ്റാണ് കുട്ടിയോട് ചെയ്യുന്നത്. ഒരിക്കലും കുട്ടീന്നല്ല, നമ്മൾ പോലും നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാറില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരിക്കലും കുട്ടിക്ക് നന്നാവണം എന്നുള്ള ചിന്തയല്ല വരിക. നേരെ മറിച്ച് ദേഷ്യവും വാശിയും പോലുള്ള സ്വഭാവ ദൂഷ്യമായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യാറ്. അതിനു പകരം നിങ്ങൾ അവരുടെ നല്ല കാര്യങ്ങൾ, അവർ ചെയ്ത പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവരോട് പങ്കുവെച്ച് നോക്കൂ, അല്ലെങ്കിൽ അവരോട് അതിനെ പറ്റിയിട്ട് സംസാരിച്ച് നോക്കൂ. അതെല്ലാം മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും, നല്ല സന്തോഷമാവും. നിങ്ങൾ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കളിയാക്കി സംസാരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് കുട്ടി കാണിച്ച ചെറിയ തെറ്റുപോലും വിളിച്ച് പറയാതിരിക്കുക. 6ാമത്തെ കാര്യം, സന്തോഷവും സങ്കടങ്ങളും മക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ഇന്ന് പല പാരൻസും അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ മടിയുള്ളവരാണ്. തൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മക്കൾ അറിയരുത് എന്ന് വിചാരിച്ച് മക്കളോട് ഒരിക്കലും ഇത് പറയാനായിട്ട് അവർ ഇഷ്ടപ്പെടില്ല. എന്നിട്ട് അവരെന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവരോട് ദേഷ്യപ്പെടുകയും അവരെ അടിക്കുകയും ഒക്കെ ചെയ്യും. മക്കൾക്ക് തൻ്റെ പേരൻസിനെ അലട്ടുന്ന പ്രശ്നം എന്താണെന്നോ വിഷമം എന്താണെന്നോ അറിയത്തില്ല. അതുകൊണ്ട് അവർ പല കാര്യങ്ങളും ചോദിക്കും, പല സാധനങ്ങളും ആവശ്യപ്പെടും. ഇതെല്ലാം മേടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് പേരൻസ് അവരോട് പറയുകയും ചെയ്യില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അത് പറയണം. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്ന് പറയണം. ആ ഒരു ബുദ്ധിമുട്ട് നീങ്ങിയാൽ മക്കൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞു നോക്കൂ. നല്ല ഒരു മാറ്റം മക്കളിൽ കാണാം. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം മക്കളുമായിട്ട് ഷെയർ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഷെയർ ചെയ്ത് നോക്കൂ. മക്കൾ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് തരിക തന്നെ ചെയ്യും. 7ാമത്തെ കാര്യം, പേരൻസ് പരസ്പരം വഴക്ക് കൂടുന്നത് ഒഴിവാക്കുക. മക്കളുടെ മുന്നിൽ വെച്ച് പാരൻസ് തമ്മിൽ തല്ലുക അല്ലെങ്കിൽ വഴക്കിടുമ്പോൾ അതിൻ്റെ മുറിവുണ്ടാക്കുന്നത് മക്കളുടെ മനസ്സിലാണ്. അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുകയും ചെയ്യും. ഈ പാരൻസ് വഴക്കിടുന്നതും അതുപോലെ തന്നെ പാരൻസ് തല്ലുകൂടുന്നതെല്ലാം അവരും നിങ്ങൾ തമ്മിൽ അങ്ങനെ വാക്കുതർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് പറയാതിരിക്കുക. കുട്ടി ഇല്ലാത്ത സമയത്തോ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലോ നിങ്ങളത് പറയാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പേരൻസിനെ കണ്ടാണ് മക്കളും വളരുന്നതല്ലേ. നമ്മൾ വഴക്ക് കൂടുന്നവരും തല്ലുകൂടുന്നവരായാൽ മക്കളും അത് തന്നെ അവരുടെ ജീവിതത്തിൽ പകർത്തും. നമ്മൾ സ്നേഹമുള്ളവരും കരുതലുമുള്ളവരായാൽ അതും അവരവരുടെ ജീവിതത്തിൽ പകർത്തും. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നമ്മളുടെ ചോയ്സ്. 8ാമത്തെ കാര്യം, കുട്ടികളുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികൾ സ്വഭാവ സംബന്ധമായോ അല്ലെങ്കിൽ പെരുമാറ്റ സംബന്ധമായോ എന്തെങ്കിലും പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുക. അല്ലാണ്ട് അവരെ ആ തെറ്റുകൾ പറഞ്ഞ് അവരെ അടിച്ചമർത്താനോ അവരോട് വഴക്കുണ്ടാക്കാനോ അവരെ തല്ലാനോ ഒന്നും ചെയ്യരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ബാഗിൽ നിന്ന് നിങ്ങൾ അറിയാണ്ട് പണം എടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത വാക്കുകൾ പറഞ്ഞ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പണം എടുക്കുന്നതിന് നമ്മൾ അവരെ അടിക്കുക അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുക ചെയ്യാണ്ട് എന്തിനങ്ങനെ മോൻ പണം എടുത്തു അല്ലെങ്കിൽ മോൾ എന്തിനാണ് അങ്ങനെ അതിൽ നിന്ന് ക്യാഷ് എടുത്തത്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത്, അങ്ങനെ നല്ല രമ്യമായ രീതിയിൽ ചോദിച്ചറിയുക. ഇനിയിപ്പോൾ അവരെന്തെങ്കിലും ചീത്ത വേർഡ്സ് യൂസ് ചെയ്തു, അപ്പോൾ അവരോട് എങ്ങനെ ചോദിക്കുക, നീ എന്തിനത് ഉപയോഗിച്ചു, അങ്ങനെ ഒരു വാക്ക് എന്തിനാ പറഞ്ഞത്, അത് തെറ്റായിട്ടുള്ളൊരു വാക്കല്ലേ. അതിൻ്റെ ആ ഒരു തെറ്റെന്താണെന്നുള്ളത് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് തിരുത്താനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് അവരെ അടിക്കാനോ അവരെ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനോ ഒന്നും ചെയ്യാതെ അതെന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് വേണ്ടത്. 9ാമത്തെ കാര്യം, മക്കളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. എല്ലാ മക്കളും വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഒരേ ഇഷ്ടവും ഒരേ ആഗ്രഹങ്ങളും ആയിരിക്കില്ല. എല്ലാവരും വ്യത്യസ്തരാണല്ലേ. അപ്പോൾ നമ്മുടെ മക്കളും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഒരിക്കലും വേറൊരു കുട്ടിയെ കണ്ടിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത കുട്ടിയെ കണ്ടിട്ട് അവരെ പോലെ ആവണം അല്ലെങ്കിൽ ഇവരെ പോലെ ആവണം പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും മക്കളെ ഫോഴ്സ് ചെയ്യരുത്, അവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് മക്കൾക്ക് തമ്മിൽ വൈരാഗ്യ ബുദ്ധി ഉണ്ടാവാനാണ് കൂടുതലുണ്ടാവുക. ഒരാളെപ്പോലെ ഒരാൾ മാത്രമാണ് ഉണ്ടാവുക അല്ലേ. ഒരമ്മയുടെ 3 മക്കളാണെങ്കിൽ പോലും 3 പേർക്കും 3 തരം സ്വഭാവമായിരിക്കും. പക്ഷെ നമ്മൾ അവരെ തമ്മിൽ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അവസാനമായി ഇനി 10ാമത്തെ കാര്യം, പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനായിട്ട് നോക്കുക. നമ്മുടെ വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേരെയും കൂടിയിട്ട് ശിക്ഷിക്കുക എന്നുള്ളൊരു പ്രവണതയുണ്ടല്ലേ. പ്രത്യേകിച്ച് മൂത്ത കുട്ടികളെ. ഇളയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂത്ത ആൾക്കും അടിയും കിട്ടും വഴക്കും കിട്ടും. ആ ഒരു പ്രവണത നിർത്തുക. ആരാണോ തെറ്റ് ചെയ്ത് അയാളെ മാത്രം പ്രത്യേകമായിട്ട് ശിക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അയാളോട് മാത്രം ദേഷ്യപ്പെടുക. ആ ഒരു കുഞ്ഞിനോട് മാത്രം ആ തെറ്റ് തിരുത്തി കൊടുക്കുക.
അല്ലാതെ 2 പേരെയും ഇനിയിപ്പോൾ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കളെയും കൂടിയിട്ട് എല്ലാവർക്കും ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരും വഴക്ക് കേൾക്കുക എന്നുള്ള ആ ഒരു സിസ്റ്റം അവിടെ ഒഴിവാക്കുക. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മക്കൾ വിചാരിക്കുക എന്താ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എനിക്കും ചീത്ത കേൾക്കും, എന്നെയും വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നല്ലവനായി നടന്നിട്ട് എന്ത് കാര്യം, എങ്ങനെ നടന്നാലും എനിക്കും ചീത്ത കേൾക്കുമല്ലോ എന്നുള്ള ഒരു ചിന്ത മക്കളിൽ വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ളത് തുടരും. അപ്പോൾ ഞാനീ പറഞ്ഞിട്ടുള്ള 10 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മക്കളിൽ അപ്ലൈ ചെയ്യുക. ആ ഒരു രീതിയിൽ മക്കളെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ വിചാരിച്ച പോലെ നല്ല രീതിയിൽ നല്ല മക്കളായിട്ട് മിടുക്കന്മാരായിട്ട് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബായ്.